ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കല്ലുപ്പ് കൊണ്ടുള്ള 1-2 ടിപ്പുകളാണ് കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുള്ളാകും. ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായോ ഇല്ലേന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാനൊരു പാക്ക് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കല്ലുപ്പ് നമ്മളെങ്ങനെയാണ് നല്ല ഈസി ആയിട്ട് നല്ല പൊടിയുപ്പ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ മിക്കവരും പൊടിയുപ്പ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ മെയിനായിട്ട് അതിൻ്റെ കാരണം നമ്മൾ ഈ ഒരു കല്ലുപ്പിൽ ഭയങ്കരമായിട്ട് വാട്ടറി കണ്ടൻറ്റ് ഉണ്ടാവും കേട്ടോ. നനവും അതേപോലെ നമുക്ക് ചിലവർക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി അത്ര പിടുത്തുണ്ടാവില്ല. നമ്മളിപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഞാൻ കറികളിലൊക്കെ ഈ കല്ലുപ്പ് യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് കുറച്ച് കല്ലുപ്പ് എടുത്തിടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത്ര ഉപ്പ് തോന്നില്ല കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മളിടും. പക്ഷേ ഈ കല്ലുപ്പ് നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഉപ്പിൻ്റെ രസമൊക്കെ നന്നായിട്ട് നമുക്ക് ആ ഒരു കറിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇട്ടിട്ട് വരുമ്പോൾ കറിയിലാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഉപ്പ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കല്ലുപ്പ് പലർക്കും അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യണമെന്ന് അറിയില്ല. അതിൻ്റെ പേരില്ലാണ്ട് നമ്മളിത് കൂടുതലും നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യാത്തത്. അപ്പോൾ അത് മാറിയിട്ട് നമുക്ക് ഈസി ആയിട്ട് പൊടിയുപ്പ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് എങ്ങനെ ഈ കല്ലുപ്പ് യൂസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇതാ ഞാൻ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ അത്യാവശ്യം നനവുള്ള കല്ലുപ്പ് തന്നെയാണ് കേട്ടോ. അത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് തുടച്ച് വെള്ളമൊക്കെ ഒന്ന് കളയാം കേട്ടോ. നമ്മുടെ മിക്സിയുടെ ജാറിൽ മുട്ടും വെള്ളം ഉണ്ടാവരുത്, അതേപോലെ അതിൻ്റെ മൂടിയിൽ മുട്ടും വെള്ളം ഉണ്ടാവരുത്. ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് നനവ് മാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ആ ഒരു കല്ലുപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ആ ഒരു കല്ലുപ്പ് എടുത്തത്. അപ്പോൾ അതിലും കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് നനവുണ്ട്. എന്നിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിയുപ്പ് പൊടിച്ചെടുക്കുന്ന പോലെ പൊടിയുപ്പിൻ്റെ ആ ഒരു തരിയാവുന്ന പോലെ നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോഴും നമ്മൾ പൊടിച്ചെടുക്കുമ്പോഴൊക്കെ ഈ ഒരു കല്ലുപ്പ് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ വെറ്റായിട്ടിരിക്കും, ഇങ്ങനെ കട്ട കുത്തിയ പോലെ നിൽക്കും. അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് നല്ല പൊടിയുപ്പ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ പൊടിയുപ്പ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ജാറിൽ നിന്ന് ആ പൊടിയുപ്പ് കല്ലുപ്പ് പൊടിച്ചത് മൊത്തത്തിലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതെങ്ങനെയാണ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങുന്ന പൊടിയുപ്പാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ട് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് പാനായാലും മതി. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ കൂടുതൽ നല്ലത്. എന്നിട്ട് മുഴുവനായിട്ട് ആ ഉപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഞാൻ ഗ്യാസ് ഫ്ലെയിം ഓണാക്കി കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിടാം കേട്ടോ, ഹൈ ഫ്ലെയിമിലിടരുത്. എന്നിട്ട് നമ്മൾ ഈ ഉപ്പിട്ട പാത്രം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഉപ്പ് നന്നായിട്ട് ചൂടായിട്ട് ആ ഒരു കല്ലുപ്പിൽ ഉള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. ആ ഒരു നനവൊക്കെ മാക്സിമം നന്നായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇതേമാതിരി ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതിൽ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ നമുക്ക് വലിച്ചെടുക്കുക. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു ഉപ്പിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പൊടിയുപ്പ് പോലെ തന്നെയുണ്ട്. പിന്നെ ചെറിയ ചെറിയ കട്ടകൾ പോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേമാതിരി ഒരു 10 മിനിറ്റൊക്കെ നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഈ ഉപ്പൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ കൈ കൊണ്ട് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചേഞ്ച് നന്നായിട്ട് വിസിബിളാവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഗ്യാസിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിൽ ചെറിയ ചെറിയ കട്ടകൾ കാണുന്നുണ്ടാവും. നിങ്ങൾ അതൊന്നും ഇല്ലാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പൊടിച്ച ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് ടിഷ്യൂവോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ആദ്യം പൊടിച്ചതിൽ ചെറിയ നനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറാനായിട്ട് കഴുകണ്ട, ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. അതിലേക്ക് വീണ്ടും നമ്മൾ ഈ ഒരു ചൂട് മാറിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ചൂടാക്കിയെടുത്ത കല്ലുപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് കറക്കിയെടുക്കുന്ന ടൈമിൽ തന്നെ നമുക്കിത് കണ്ടില്ല, നല്ല അടിപൊളി നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു തരിയുപ്പ് പൊടിയുപ്പ് ഉണ്ടല്ലോ അതേപോലെ ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കല്ലുപ്പ് നമുക്ക് നല്ല പൊടിയുപ്പ് പോലെ യൂസ് ചെയ്യാം.
നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കെമിക്കലാണ് കേട്ടോ. നമ്മൾ ഒട്ടും ഭക്ഷണത്തിലൊന്നും ഇൻക്ലൂഡ് ആക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഈ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയുപ്പ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഇതേപോലെ കല്ലുപ്പ് വാങ്ങിച്ചിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് നമ്മുടെ ഫാമിലിക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കല്ലുപ്പാകുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഭക്ഷണത്തിലൊക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അറിയാത്തവരാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആയോ ഇല്ലേന്ന് കമൻറ്റ് ബോക്സിലൂടെ നമ്മൾ അറിയിക്കണേ. അപ്പോൾ കല്ലുപ്പ് കൊണ്ടുള്ള അടുത്ത നെക്സ്റ്റ് ഒരു ടിപ്പ്, കുഞ്ഞുമക്കളുള്ള വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും കേട്ടോ. അങ്ങനത്തെ ഒരു ടിപ്പാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതാ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ, ഇളയ കുട്ടിയുടെ ടോയ്സാണിത്, പാവണത്. അവൾ 1ാം ക്ലാസ്സിൽ പഠിക്കണതാണ് കേട്ടോ. അപ്പോൾ അവളുടെ പാവക്കുട്ടികളാണിത്. മൂത്ത ആൾ ഉപയോഗിച്ചിരുന്ന പാവക്കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പാവക്കുട്ടികളൊക്കെ കണ്ടില്ലേ, ഈ ഒരു ടെഡി ഒക്കെ കണ്ടില്ലേ, സ്പൈഡർമാനും ഈ ഒരു ഡോളൊക്കെ കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അഴുക്ക് പിടിച്ച കുട്ടികളൊക്കെ ഡെയിലി കളിച്ച് പൊടിയും ഒക്കെ ആയിട്ട് നന്നായിട്ട് അഴുക്ക് പിടിച്ച് ആ ഒരു കളറൊക്കെ നന്നായിട്ട് ഫെയ്ഡായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ല, ആ ഒരു നമ്മൾ വാങ്ങുമ്പോൾ ഉള്ള ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ പോയിട്ട്. അപ്പോൾ ഈ ഒരു പാവക്കുട്ടി നല്ല ക്ലീനായിട്ട് നമുക്ക് എങ്ങനെ ക്ലീനാക്കി എടുക്കാമെന്നാണ് ഞാനിതിൽ കാണിക്കുന്നത്. നമ്മൾ ആ ഒരു കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ ഫ്രഷ്നെസ്സിൽ നമുക്കിത് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് കല്ലുപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു കല്ലുപ്പ് നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറേ പാവക്കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കല്ലുപ്പ് എടുക്കാം. ഞാനിപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഒരു 1/4 കപ്പ് തുടങ്ങി ഒരു 1/2 കപ്പ് വരെയൊക്കെ നമുക്ക് കല്ലുപ്പ് എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. അത് മെൽറ്റ് ആവാനായിട്ട് നിൽക്കണ്ട. ഇനിയിപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ അത്യാവശ്യം വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ക്ലീൻ ആക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു കല്ലുപ്പും വിനാഗിരിയും കൂടെ ഉള്ള മിക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് വേണ്ടത്, നമ്മൾ അലക്കുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഈ ഒരു സർഫ് എക്സലിൻ്റെ ഈ ഒരു ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് നെക്സ്റ്റ് വേണ്ടത്, നമ്മൾ യൂസ് ചെയ്യുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, ഏതാണെങ്കിലും ക്ലോസപ്പോ കോൾഗേറ്റോ, ഞങ്ങളിപ്പോൾ സെൻസോഡൈൻ്റെ ഈ ഒരു ടൂത്ത് പേസ്റ്റാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചധികം അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഈ ഒരു ടൂത്ത് പേസ്റ്റ്. അപ്പോഴാണ് നമുക്ക് ആ ഒരു പാവ നല്ല അഴുക്കൊക്കെ പോയിട്ട് ക്ലീനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ കഴുകാൻ ആവശ്യമായിട്ടുള്ള പാവകളൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വാഷിംഗ് മെഷീൻ ഞാൻ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാവകൾ ഓരോന്നായിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 10-20 മിനിറ്റൊക്കെ നമുക്കിത് നന്നായിട്ട് അലക്കാനായിട്ട് വാഷിംഗ് മെഷീൻ ഒന്ന് വർക്ക് ചെയ്യിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് അഴുക്കൊക്കെ ഇളകി പോരണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ആ പാവകളൊക്കെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല, അത് വർക്ക് ചെയ്ത് തുടങ്ങിയ ഉടനെ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ കളർ ഉണ്ടാവും. അത്യാവശ്യം നല്ല രീതിയിൽ അതിൽ നിന്ന് അഴുക്കുകൾ ഇളകി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് വർക്ക് ചെയ്യിച്ചു കൊടുക്കുക. മാക്സിമം ആ ഒരു പാവകളിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് മിക്സായിട്ട് പോകണം. നന്നായിട്ട് ആ പാവകളിൽ നിന്ന് ചെളിയൊക്കെ ഇളകിയിട്ട് വരും കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ കിടന്ന് ഒരു 20 മിനിറ്റെങ്കിലും നന്നായിട്ട് വർക്ക് ചെയ്ത് അഴുക്കൊക്കെ ഒന്ന് പോയിട്ട് കിട്ടട്ടെ. അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഞാനൊരു 20 മിനിറ്റിന് ശേഷം വന്ന് നോക്കിയതാണ്. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ആ വെള്ളത്തിൽ അഴുക്കുകൾ ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാവകളിൽ നിന്നൊക്കെ ചെളിയൊക്കെ ഇളകി പോന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചധികം വെള്ളത്തിൽ ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. കുറച്ച് നേരം കൂടി ഒരു 10-15 മിനിറ്റത്തെ മാതിരി മെഷീൻ ഒന്ന് വർക്ക് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചധികം നമ്മൾ ആദ്യം ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുക. എന്നിട്ട് കുറച്ചധികം വെള്ളത്തിൽ നമ്മൾ ഇതേപോലെ ഒരു 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകിയെടുക്കുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു നല്ലൊരു കംഫർട്ടോ നല്ലൊരു ഫ്രേഗ്രൻസ് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുത്താൽ ആ ഒരു പാവകൾക്കൊക്കെ നല്ലൊരു സ്മെല്ലും കിട്ടും.
അപ്പോൾ കണ്ടില്ലേ പാവകൾ ഇതാ ഡ്രയറിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാവകൾ കഴുകി കൊടുക്കുന്ന ഇൻട്രസ്റ്റിൽ എൻ്റെ മോള് തന്നെയായിട്ട് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ പാവകളൊക്കെ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഇതാ ഡ്രയറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് വെള്ളമൊക്കെ കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെയിലത്തൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു പാവകൾ എങ്ങനെ ഉണ്ടെന്ന് അഴുക്കൊക്കെ പോയോ ഇല്ലേന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് എത്രത്തോളം നല്ല ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. കണ്ടില്ലേ, നന്നായിട്ട് അഴുക്കൊക്കെ പോയി നമ്മൾ ആ ഒരു പുതിയ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്രഷ്നെസ്സിൽ നമുക്ക് ആ ഒരു ഡോളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേമാതിരി നമ്മൾ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള തുണികൾ, തലയണ കവർ, അതേപോലെ എന്ത് തുണികളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. കല്ലുപ്പും വിനാഗിരി പേസ്റ്റ് പിന്നെ ഏതെങ്കിലും ഒരു ഡിറ്റർജൻറ്റ് ലിക്വിഡും കൂടെ ഒഴിച്ച് നമുക്ക് ക്ലീൻ ആക്കി എടുത്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് ആഫ്റ്ററും ബിഫോറും കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ ഫസ്റ്റ് കഴുകുന്നതിന് മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പാവകളാണിത്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടില്ല ആ ഒരു ഡോളിൻ്റെ ആ ക്യാപ്പിലൊക്കെ മാക്സിമം അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അത്രത്തോളം അഴുക്കുണ്ട് കേട്ടോ. ഇതിലേക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ കളിച്ച് എൻ്റെ കണ്ണൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കളയില്ല കേട്ടോ മക്കൾ ഈ ഒരു പാവകളൊന്നും. അപ്പോൾ കണ്ടില്ലേ അത്രത്തോളം അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ ഒരു പാവകൾ തന്നെ അല്ല കേട്ടോ, ഏതൊരു തുണിയാണെങ്കിലും നമുക്ക് ഇതേപോലെ കഴുകിയെടുക്കാം. ഇനിയിപ്പോൾ ആഫ്റ്റർ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, നമ്മൾ കഴുകി ക്ലീൻ ആക്കിയിട്ടുള്ള ആ ഒരു ഡോളാണ്. ഇപ്പോൾ കണ്ടില്ല, അതിൻ്റെ ഒരു വ്യത്യാസം നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. ആ ഒരു പാവകളൊക്കെ നല്ല അടിപൊളിയായിട്ട് അഴുക്കൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ എല്ലാ അമ്മമാർക്കും ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വീട്ടിൽ പഴയ പാവകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകി ക്ലീനാക്കി മക്കൾക്ക് കൊടുത്തു നോക്കുക കേട്ടോ. അവർക്ക് ഒരുപാട് സന്തോഷമാകും. നല്ല അടിപൊളിയായിട്ട് അവരത് കളിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻസിലൂടെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ടിപ്സും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.